നൂഡിൽസ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. കൺഗ്രാറ്റുലേഷൻസ്. വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, പറ. കുറേ കാലമായി നമ്മൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് സ്വാഗതമൊക്കെ പറഞ്ഞിട്ടല്ലേ. മിക്ക സമയത്തും നമ്മൾ പുറത്താണ് ഉണ്ടാവില്ലേ, വീട്ടിൽ നിന്നൊരു വീഡിയോ എനിക്ക് കുറേ നാൾക്ക് ശേഷം പ്രാങ്ക് ചെയ്യാറുണ്ട്. പക്ഷെ പ്രാങ്ക് ഇപ്പം ചെയ്യാൻ ടൈം കിട്ടാറില്ല സത്യത്തിൽ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്നുണ്ട് ഇല്ലേ? വരും. ആക്ച്വലി ഞാൻ ഒരു പ്രാങ്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സെറ്റായി പോകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാങ്ക് ചെയ്യും. ഓക്കെ, അങ്ങനൊരു പ്രാങ്കായി ആക്ച്വലി വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ പറ. കുറേ നാൾക്ക് ശേഷം നമ്മളിങ്ങനെയൊക്കെ വന്നിരുന്നു ഒരു ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചാലഞ്ച് വീഡിയോ ആണിത്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ എന്താ പറയാ, നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച് ആണ്. നൂഡിൽസ് ടൈമിംഗ് ഒന്നുമില്ല, നമ്മൾ ആദ്യം ആരാണ് കഴിച്ചു തീർക്കുന്നത്. ആക്ച്വലി ഒരു ചാലഞ്ച് കൊണ്ടുവന്നത് നല്ലതാണ്. ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ എല്ലാവർക്കും അറിയാമായിരിക്കും, മറ്റേ സൈക്കോ വോളിയംസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ, അവർ കുറേ ആൾക്കാരിലായിട്ട്. അപ്പോൾ അവർ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നൂഡിൽസ് ഈറ്റിംഗ് ചാലഞ്ച്. അത് കണ്ടിട്ടാണ് എനിക്ക് ഒരു ആഗ്രഹം അതുപോലെ ചെയ്യണമെന്ന്. അത് വെച്ചാല് നമ്മൾ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യുന്നത് ചോപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നൂഡിൽസ് കഴിക്കാൻ പോകുന്നത്. അതാണ് ട്വിസ്റ്റ്. പിന്നെന്താ വെച്ചാല് ഇത് വെറും നൂഡ് അങ്ങനെയല്ല, ഒരു കൈ കൊണ്ടേ പിടിക്കാൻ പാടുള്ളൂ, ഒരു കൈ പിടിച്ചിട്ടാണ് കഴിക്കാൻ. സംഭവം വെച്ചാൽ ഇത് വെറും നൂഡിൽസ് മാത്രമല്ല, ഇതിനകത്ത് ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മള് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് കൊണ്ടുവന്നത്. എനിക്ക് ആക്ച്വലി ഈ സാധനം ഉപയോഗിച്ച് ശീലമില്ല. അതിന് മുമ്പേ ശീലമുണ്ട്. മുമ്പേ ശീലം എന്ന് വെച്ചാൽ പണ്ട് ഇത് നിന്റെ അല്ലേ? ഇത് നിന്റെ അല്ലേ? അപ്പൊ നീ ഉപയോഗിച്ചോണ്ടല്ലേ എനിക്ക് അറിയുന്നത്. എനിക്കിത് അറിയില്ല. പണ്ടൊക്കെ നമ്മൾ യൂട്യൂബിലും പണ്ട് ഞാൻ ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഏത് കാലത്ത് കുറെ കൊല്ലമുണ്ട്. നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേക്ക് പോകണ്ട. അപ്പൊ അരക്ക് എത്ര വയസ്സായിടോ? പോയിന്റിലേക്ക്. അപ്പൊ ആ സമയത്ത് ഇതേപോലെ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ടിവിയിലൊക്കെ ചൈനക്കാരി ചോപ്സ്റ്റിക് യൂസ് ചെയ്ത് കഴിക്കുന്ന നമുക്ക് ഒരാഗ്രഹം തോന്നിയിട്ട്. നീ അറിയില്ല? ഇല്ല, ഇല്ല. ഞാൻ ഈ അടുത്താണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ആഗ്രഹം തോന്നി ചോപ്സ്റ്റിക് വാങ്ങിച്ചത്. ഞാൻ വീട്ടിലുണ്ടാവാൻ പറ്റും, നമ്മൾ ഇടിയപ്പം പട്ടാണികളുടെ കറി അരക്കല്, അത് ഞാൻ ചോപ്സ്റ്റിക് വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കുറെ കാലം യൂസ് ചെയ്യില്ല. അല്ല, നൂഡിൽസ് മാത്രമേ ഉണ്ടാക്കാൻ അറിയൂ. നമ്മള് ഈ സാധനം കഴിക്കണം. ഇത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കണം. ഒരു കൈ വേണം പിടിക്കാൻ. ഒരു കൈയില കയ്യിലെടുക്കണം. ഒറ്റക്കെത്തുന്നുണ്ടല്ലോ, ഇത് പിടിക്കാൻ തന്നെ ടൈം എടുക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വിചാരിക്കണം. ഇതിൽ നിങ്ങൾക്ക് സിമ്പിളാക്കി ഇത് കഴിക്കുന്ന ചലഞ്ചാക്കിയ പോലെ പറ്റില്ല. ഇത് മുട്ടുന്നില്ല. തുടങ്ങാം. ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ ഒരു 5 മിനിറ്റ്. എനിക്ക് ഇങ്ങനെ എടുക്കണം. ഒരു ജസ്റ്റ് ഒന്ന് എനിക്ക് ഇത് അറിയാതെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിത് അറിയില്ല, ഞാൻ പഠിക്കട്ടെ. ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടില്ല. നീ അടുത്ത് ഈ ക്വാണ്ടിറ്റി കുറക്കുന്ന അതൊക്കെ നല്ലത്. എന്നോടല്ലോ നീയല്ലേ പണ്ട് ആക്കിയത്. കണ്ട, ഇതാണോ ഞാൻ ആക്കുന്നത്? ഇത് നോക്കി എങ്ങനെ ഞാൻ പിടിച്ചിട്ട്. ഇങ്ങനെ പിടിച്ചിട്ടില്ല, ഇങ്ങനെയല്ലല്ലോ പിടിക്കേണ്ടത്. നോക്ക്, അതാ ഞാൻ പറഞ്ഞത്. പ്രാക്ടീസ് നമുക്ക് ഈ സാധനം ഉണ്ടാവും. കാരണം കൈ വഴങ്ങില്ല. ഒരു കൈ ഉപയോഗിച്ച് കഴിക്കണം. പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ടാക്കാം. പക്ഷെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഒരു കയ്യിലെടുത്തിട്ട് കഴിക്കണം. അത് തുടങ്ങാം. Start Maggie. Let's start Maggie. 3, 2, 1, go.
ആ ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നേ. ഈ രണ്ടും രണ്ട് സൈസാണല്ലേ? ഇന്നെന്താ പേരുണ്ടോ? അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നേ. സ്റ്റാർട്ട്. ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറെ പട്ടാണികളുടെ ഞാനൊക്കെ അവർക്ക് കേൾക്കണം ഇവിടെ പിന്നെ ഒക്കെ നല്ല കഴിക്കും ഉണ്ടത് വെള്ളം അത് താഴെ നീ കണ്ടു ചപ്പത്തന്നെ താഴെ ലിപ്സ്റ്റിക് തിന്നുന്ന ജീവി എന്നാ ഈറ്റിംഗ് ചാനൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് എന്തെങ്കിലും എടുത്തു എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്നാ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വേണ്ട. ആ മോളിലൊക്കെ ഇടുന്നുണ്ട്. അതിൽ നേരം കുമ്പിട്ടൊക്കെ കൊണ്ടുണ്ട്. ഇത് എത്ര കടല നോക്ക്, 1/2 കിലോ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ കടലേക്ക് വിട്ട് അപ്പോൾ ഉള്ള ബുദ്ധിയാണ്. നൂഡിൽസ് എങ്ങനെ കയറ്റി ഞാൻ എടുക്കുന്നറിയാം. ഈ ഗ്രീൻ പീസ് ഒക്കെ എടുക്കണവരാ ഒന്നൊക്കെ ആയിരുന്നു. എനിക്ക് എപ്പോഴേ തോന്നി ടൈപ്പ് ആകാറുണ്ട്. ഗ്രീൻ പീസ് എടുക്കാൻ പറ്റില്ല. മുളച്ചു നൂഡിൽസ് ഏകദേശം കഴിച്ചിട്ടുണ്ട്. പോരെ അത് ഞാൻ തിന്നോണ്ട് ഇതിൻ്റെ കൂടെ കുടിക്കാനും പറ്റാം. എന്താ കണ്ടെത്തണ്ടേ? അതെന്താ തെറ്റാണോ? ഇതിലെങ്കിലും ചാലഞ്ച് ചെയ്തിട്ടുള്ള പറയും. ഈറ്റിംഗ് ചാലഞ്ച് അല്ല, ചാലഞ്ച് ചെയ്തിട്ടുള്ള പറയും. ലാസ്റ്റ് ചാലഞ്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പറയും. ഇനി ചെയ്യോ? നല്ല സങ്കടമുണ്ട്. എപ്പോഴും ഇത് നോക്കുന്നുണ്ട്. എനിക്ക് തോക്കാൻ പറ്റുന്നില്ലല്ലോ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ട് ഇങ്ങനെ. ഞാൻ ബുദ്ധിപരമായിട്ട് അത് കഴിക്കുന്നു. വെറുതെ അല്ല, ഈ സാധനം കഴിച്ചിട്ട് കഴിച്ചാൽ പോലെ അത് ചതിയാട്ടോ. അങ്ങനെയല്ല, ഇങ്ങനെ എടുത്ത് തന്നെ കഴിക്കണം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കഴിക്കുന്നത് തീർച്ചയായും. ആ അതല്ലേ ചാലഞ്ച്.
നോർമലായിട്ട് ഞാൻ ഇതെന്താ വരാത്തേന്ന് പ്രതീക്ഷിച്ചു. ഞാൻ നോർമലായിട്ട് എന്തെങ്കിലും ആയിട്ട് കാരണം വരും. ഇപ്പൊ വന്നു ഞാൻ നോർമലായിട്ട് ഇങ്ങോട്ട് സ്പൂൺ പോലെ കോരി അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ ചോപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് അത് പറഞ്ഞു. ഇതിപ്പോ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിലും ഇത് റിക്വസ്റ്റ് ലക്ഷ്യം പ്രധാനം അല്ല മാറണല്ലോ പ്രധാനം ലക്ഷ്യമാണ്. നിബന്ധനയിൽ നിന്ന് കളിക്കുക. ഞാൻ ഇങ്ങനെ കഴിക്കാന്ന് വിചാരിച്ചാലേ അങ്ങനെ കഴിക്കാവോ? ഇതില്ല അവരിടും ഇതെങ്ങനെ കഴിക്കുന്ന ആൾക്കാർ ഞാൻ തീർക്കാം. നീ അങ്ങനെ കഴിച്ചോ? മൂന്ന് കഴിച്ചോ? ടീച്ചറിന് കഴിക്കാൻ പറ്റുന്നില്ല, ഓരോന്നേറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അധികം തോന്നില്ല പെണ്ണായി. നീ എന്നോട് ഇങ്ങനെ എടുത്തൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്തു. ഇനി അങ്ങനെ ഇനി എന്നോട് പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അങ്ങനെ കഴിക്കാറാ. ഞാൻ ജയിച്ചാ സമ്മതിച്ചാ? അപ്പൊ ഇങ്ങനെ ആയിക്കട്ടെ. കേരളത്തിന്റെ ഷേപ്പ് ശരിയില്ല, പിടിക്കാൻ പറ്റില്ല. കട്ട് ചെയ്ത് ശരിയില്ല. എന്തായാലും കാരണം എന്തോ ചിന്തിക്കാന്ന് പറയാൻ വേണ്ടിട്ട് കിട്ടിയ ഇതെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ജയിച്ചേ. മുന്നേറ്റം ഫസ്റ്റ്. വീണ്ടും ദാരുണമായി തോറ്റിരിക്കുകയാണ്. അറിയാതെ ഇതൊരു കുത്തരിയല്ല. എത്ര കാലം എത്ര ചലഞ്ച് നമ്മൾ ചെയ്യുന്നത്. എനിക്കിതുവരെ പറ്റില്ല. നിന്നെ പോലെ നിനക്ക് മാത്രമേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ഓടും മുമ്പ് എത്രയോ കൊല്ലം മുമ്പേ സാധനം മേടിച്ചിട്ട് എത്രയോ കൊല്ലം മേടിച്ചിട്ട് അത്രയും കൊല്ലം മുമ്പ് മേടിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ഈ സാധനം കാണുന്നു. എന്നിട്ട് ഞാൻ കഴിച്ചില്ല. വിളിക്കുക അടുത്ത വിളിക്ക് ചലഞ്ചിന്. അതുകൊണ്ടാ എന്നോട് മത്സരിക്കാൻ ആരുകൊണ്ടാ? നമ്മളോട് രണ്ടാമത് മത്സരിക്കാൻ ആരുണ്ടാ?
ഇങ്ങനെ ഒക്കെ ഉണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്നതാണ് പണ്ട് നമ്മൾ കഴിച്ച് കഴിക്കില്ലേ ഇങ്ങനെ Let me concentrate. കഴിഞ്ഞാ എനിക്ക് അങ്ങോട്ട് എടുത്തോ തോറ്റാലും വിട്ടു ചേർക്കാനല്ലേ എനിക്ക് നല്ല ആയിട്ട് പറയട്ടെ കഴിഞ്ഞ് കഴിച്ചിട്ട് പറയണേ എനിക്ക് ബാക്കിയാലോ മങ്ങലായിരുന്നു. ഇങ്ങനെയാണ് ഈ വിരല് നടുത്ത വിരല് അടിയിലേന് ഈ ചൂണ്ട് വിരല് മുകളിൽ ഇതിങ്ങനെ എടുക്കണം. ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ പറ്റില്ല, വേണ്ട. അഹങ്കാരത്തിനും ശശിക്കൊന്നും വരുന്നില്ല, അങ്ങനെ പറയപ്പെടുന്നത്. ഞാൻ കഴിച്ചിട്ട് ഒരു ഉറക്കം കഴിഞ്ഞു. അതൊക്കെ നേരെ മേൽപോട്ട് ഈ ഏരിയയിൽ കണ്ടുപോകരുത്. അപ്പൊ കഴിഞ്ഞില്ല. അപ്പൊ ഓക്കെ, വീണ്ടും ഞാൻ ജയിച്ചിരിക്കുകയാണ്. നിർത്തിക്കൂടി പ്രസ്ഥാനം. എനിക്ക് ഞാൻ ജയിച്ചതിന് ശേഷം ഒരു കൺഗ്രാജുലേഷൻ പോലും പറഞ്ഞില്ലല്ലോ. മറ്റേ ഇത് പറയുന്ന ഓർക്കട ഓർത്തുകൊണ്ടിരുന്ന ഒരു ഡയലോഗില്ലേ, വിഷമം ഓക്കെ. അങ്ങനെ വീണ്ടും പരിപാടിയാണ് മിസ്റ്റർ പെരാർ. ഓക്കെ, വന്നാ മതി, കണ്ടാ മതി. ഓക്കെ, ഞാൻ പറയണം. കുക്കിംഗ് ചലഞ്ച്. നീ പറ, നിനക്ക് അറിയുന്ന സാധനം പറ, എന്നിട്ട് വേണമെങ്കിൽ അതിൽ നിന്നെ തോപ്പിക്കാൻ വേണ്ടി. ബിരിയാണി ചലഞ്ച്. ഇതാര് കഴിക്കും? ഞാൻ ഉണ്ടാക്കി നീ കഴിക്കുന്നു, നീ ഉണ്ടാക്കി ഞാൻ കഴിക്കുന്നു, അങ്ങനെയാണ് തോന്നിയത്. ഇതൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ മോശമാണ് പറയും. ജഡ്ജ് നമ്മൾ എന്നാണല്ലോ. പറയാം. കഴുകാൻ പറ്റില്ലേ? ഞാൻ കഴുകാൻ പറ്റില്ലേ? ഇളക്കാൻ പറ്റില്ലേ? ഇളക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ മത്സരത്തിലും പതിവ് പോലെ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പതിവ് പോലെ ഞാൻ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ആക്ച്വലി കുറേ കാലമായിട്ട് ചലഞ്ച് ചെയ്തിട്ട് നല്ല ഉണ്ടായിരുന്നു. ആക്ച്വലി സംഭവം നല്ല ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നത്, നല്ല വൃത്തിക്ക് യൂസ് ചെയ്യുന്ന എനിക്ക് പറ്റിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നത് ശരിയാവില്ല. ഞാൻ 5 കൊല്ലമായിട്ട് ഇത് കഴിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ നീ കഴിച്ചിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നു. ഓക്കെ, മതി. തോറ്റേനെ ഇനി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. തോറ്റു ഇല്ലെങ്കിൽ നീ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ചലഞ്ചിലേക്ക് വാ. അതല്ലേ ചലഞ്ച്. ആ ചലഞ്ച് ആയിട്ട് റെഡിയാണോ? ഞാൻ ഇത് ഫസ്റ്റ് ടൈം കഴിച്ചു. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ പറയും, നീ ഇതിനി ട്രൈ ചെയ്യും വീട്ടിൽ എന്നിട്ട് എക്സ്പേർട്ട് ആയിട്ട് എന്നോട് മത്സരിക്കാൻ വാ. പറ്റുമെങ്കിൽ ആ ചലഞ്ച് ഏറ്റെടുക്ക്. റെഡിയാണോ? ഇനി നാളെ ഇപ്പം പറയണം. സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണ്ടേ? പറ. മടുത്ത് എന്നോട് ചലഞ്ച് ചെയ്യില്ലെന്നോ? മോനൊന്നും നാട്ടിലേക്ക് വരുകയില്ല. ഓക്കെ, പോട്ടെ. ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ആയിട്ടോ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചലഞ്ച് ഏറ്റെടുക്കാം.
ഓക്കെ, നീ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നോട് മത്സരിക്കാനുണ്ടോ? അതാ ചോദ്യം. ഉണ്ടോ ഇല്ലല്ലോ പറ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ മത്സരം ഞാൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മളെ ഒരു കെമിസ്ട്രി എന്നുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മുമ്പ് നമ്മൾ ഇതുപോലെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പോയിട്ട് ഇനിയും കുറേ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും മതിയായി. ഇവിടെ എത്ര കാലായി